ആൾക്കാർ എന്താ കൂട്ടാൻ പറ്റുക? അപ്പോൾ ഞാൻ എൻ്റെ പേഷ്യൻസ് എപ്പോഴും ചോദിക്കും, സാർ എന്താ തിന്നാൻ പറ്റുക? ഹലാലൻ തൊയ്യിബൻ. എത്ര രണ്ട് വാക്കിൽ ക്ലിയർ ആണ്. ഹലാലായതൊക്കെ തിന്നോളി അല്ലേ, തൊയ്യിബായതൊക്കെ തിന്നോളി. എന്തായാലും നമ്മുടെ ശരീരത്തിന് കേടുണ്ടാകുന്ന ജാതി സാധനങ്ങളൊന്നും എന്ത് ചെയ്യണ്ട, തിന്നണ്ട. തൊയ്യിബ് എന്നതാണ്. ഹലാൽ എന്ന് പറഞ്ഞാൽ ഹലാലായതേ തിന്നാൻ പാടുള്ളൂ. പ്രാർത്ഥന സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതം ഇബാദത്തല്ലേ, മരിച്ചു പോകേണ്ട സഹോദരങ്ങളെ. അപ്പൊ എത്ര ക്ലിയർ ആണ് ഖുർആന്റെ മെസ്സേജ്. ആ ഹലാലായത് തിന്നിട്ടില്ലെങ്കിൽ എന്താ നിങ്ങൾ, അത് തടിമ കുടിച്ചാലേ അത് നരകത്തേക്കാണ് പോവുക. പ്രാർത്ഥന വരെ സ്വീകരിക്കാത്ത നിന്യമായ അവസ്ഥ ഉണ്ടാവും. അപ്പൊ തിന്നുമ്പോൾ അത്ര നിബന്ധനയുള്ളൂ. ഇത് ഹലാലാണോ, ഇത് നമ്മൾ മേത്തുക്കെടുക്കൂലേ എന്നാണ്. പണ്ടൊക്കെ നമ്മൾ മുജാഹിദ് പണ്ഡിതന്മാർ വരെ വീഡിയോ ചെയ്യുന്നൊരു കാലുണ്ടായിരുന്നു. വീഡിയോ സിഗരറ്റൊക്കെ വെച്ചിന്. ഞാൻ മെഡിക്കൽ കോളേജിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ഉസ്താദിനെ കാത്തുക്കും, മൗലവിനെ കാത്തുക്കുമ്പോൾ മൗലവി ആളായോ ചോദിച്ചാണ്ട് ഇങ്ങനെ ആ മരത്തിന്റെ ബാക്കിൽ പോയിക്കണം. എന്നിട്ട് ഇങ്ങനെ സിഗരറ്റ് വലിക്കണം. ഇന്നൊരൊറ്റ ആൾ, ഇന്നൊരു യുവ പണ്ഡിതന്മാർ സിഗരറ്റ് വലിക്കണം കാണില്ല. ഒലാത്തുലു അംഫുസക്കും അല്ലേ, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നു കളയരുത്. കാരണം പുകവലി അത് ലങ് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് 100% തെളിയിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അറിഞ്ഞുകൊണ്ട് പുകവലിക്കുക എന്നുള്ളത് എന്താണ്, അത് കേടനെയാണ്. നിങ്ങൾ നിങ്ങളെ കൊന്നു കളയരുത്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ വലിയ അമാനത്താണ്. എത്ര ആളുകളാണ് ആരോഗ്യത്തിന് വേണ്ടി ലക്ഷങ്ങളും കോടികളും ചെലവാക്കാൻ തയ്യാറാണ് അല്ലേ. ഞാൻ അറിയുന്ന എൻ്റെ ഒരു പ്രൊഫസർ എന്ത് ചെയ്യുക, ഹാർട്ടും ലങ്ങും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. 30 കോടി റുപ്യ എടുത്തിട്ട് അമേരിക്കയിൽ പോയിട്ട് 30 കോടി റുപ്യ കൊടുത്തിട്ട് 79ാമത്തെ വയസ്സിൽ ഹാർട്ടും ലങ്ങും ഒന്നായിട്ട് മാറ്റി വെച്ചേക്കാം. ഇനി എത്ര കാലം ജീവിക്കും? ഒരു പുരുഷായുസിൽ 30 കോടി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടോന്നാണ് ഞാൻ പാലിക്കുന്നത്. അത്രയും വില നിങ്ങൾ കൊടുക്കും. നിങ്ങളെടുത്ത് കോടി ഉണ്ടെങ്കിൽ 79 വയസ്സിൽ കുറച്ചുകൂടി പിടിച്ചിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യൂത്. നമ്മൾ ചെയ്യും. കാരണം ഞാൻ പണ്ട് പ്രാർത്ഥിച്ചിരുന്നറിയോ, ഞാൻ എൻ്റെ ഫോണിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എഴുതി ചെയ്തെന്തറിയോ, ഒരു 60 വയസ്സ് വരെ എന്നെ ജീവിപ്പിക്കണമെന്നാണ്. എന്നിട്ട് മക്കത്തുനിന്ന് ഷഹീദാക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ലേ. ഒരു 40 ആയപ്പോ പേടിയായി, ഞാൻ മാറ്റി. ഞാൻ 65 ആക്കി, ഇപ്പൊ ഞാൻ 70 ആക്കി. ഇപ്പൊ ഞാൻ അങ്ങനെ വയസ്സരല്ല. പിന്നെ മക്കത്തേക്ക് പോകാൻ പേടിയായി. എന്ത്, എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഓ പറയുന്നത് എന്താ വെച്ചാൽ മക്കത്തുനിന്ന് ചെയ്താണെന്ന് അവൻ്റെ ആഗ്രഹം. അതിന് എല്ലാ കൊല്ലം ഓ പോയി നോക്കും വെക്കേഷനിൽ മരിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട്. അത് വല്ലാത്തൊരു ധൈര്യമാണ്. ഞാൻ പോകാതായി, പിന്നെ പേടിച്ചിട്ട് മരിച്ചോ എന്ന് പേടിച്ചിട്ട് ഞാൻ പ്രാർത്ഥന തന്നെ നിർത്തി. എങ്ങനെ മക്കത്തുനിന്ന് മരിപ്പിച്ചാലും പിന്നെ വയസ്സൊക്കെ പറയല്. അത്ര ജീവിതത്തോട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ പോകാൻ തോന്നൂല ഇവിടുന്ന്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് എന്താ നിങ്ങൾ, ഈ ആരോഗ്യം വളരെ വിലപ്പെട്ടതാണ്. അത് നമ്മളായിട്ട് നശിപ്പിക്കരുത്. വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കൽ എങ്ങനെ, പടച്ചോന് നന്ദി കാണിക്കലാണ്.